ADM നവീൻ ബാബുവിനെതിരായ പരാതിയിലെ ഒപ്പ് തന്റേത് തന്നെയെന്ന പരാതിക്കാരൻ ടി.വി. പ്രശാന്ത്. തനിക്ക് രണ്ടൊപ്പുണ്ടെന്നും തന്റെ ഒപ്പ് മാധ്യമങ്ങൾക്കറിയില്ലെന്നും ടി.വി. പ്രശാന്ത് പറഞ്ഞു. ആത്മഹത്യാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. എന്റെപ്പാണ് അത് രണ്ടും എന്റെപ്പാണ് രണ്ടും എന്റെപ്പാണ് രണ്ടൊപ്പുണ്ട് ഇങ്ങോട്ട് പറയാനില്ല മതി 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 വിട്ടോളൂ ഇങ്ങോട്ട് വേറൊന്നും പറയാനില്ല പറഞ്ഞല്ലോ പരാതി ഞാൻ കൊടുത്താണെന്ന് പറഞ്ഞല്ലോ അതെ 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 സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകാൻ എത്തിയപ്പോഴാണോ ടി.വി. പ്രശാന്തിന്റെ പ്രതികരണം? നേരത്തെ തന്നെ പ്രശാന്തിന്റെ ഒപ്പ് സംബന്ധിച്ച് വലിയ വിവാദമുണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള ഒപ്പായിരുന്നു. ഒന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ADM-നെതിരെ നൽകിയ പരാതിയിലും അതുപോലെ തന്നെ പമ്പിനായി അപേക്ഷ നൽകിയതിലും രണ്ട് തരത്തിലുള്ള ഒപ്പായിരുന്നു. അപ്പോൾ അത് രണ്ടും തന്റേത് തന്നെയാണ് എന്നാണോ ടി.വി. പ്രശാന്തൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? തന്നെ ഈ വിഷയത്തിൽ ഇത് ആദ്യമായിട്ടാണ് ടി.വി. പ്രശാന്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. അല്പസമയം മുമ്പ് ഈ കേസിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന്റെ ഭാഗമായി അന്വേഷണ സംഘം വീണ്ടും ടി.വി. പ്രശാന്തിന്റെ മൊഴി എടുത്തിരുന്നു. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വെച്ചാണ് പ്രശാന്തിന്റെ മൊഴി എടുത്തത്. ഈ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട് ടി.വി. പ്രശാന്തൻ വിജിലൻസിന് ഒരു പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പം NOC-ക്കായി നൽകിയ അപേക്ഷയിലെ ഒപ്പം രണ്ടും രണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരാതി, അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന അവകാശപ്പെടുന്ന പരാതി വ്യാജമാണെന്ന് ആയിരുന്നു അത്തരത്തിലൊരു ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും ആ വിഷയത്തിൽ പ്രശാന്തൻ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. മാത്രമല്ല ഈ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയ മൊഴിയിലും നൽകിയ ഒപ്പിലും വ്യത്യാസമുണ്ടായിരുന്നു. ഇങ്ങനെ മൂന്നിടത്ത് നൽകിയ ഒപ്പിൽ മൂന്ന് തരത്തിലുള്ള ഒപ്പും പേരുമായിരുന്നു പ്രശാന്തൻ നൽകിയിരുന്നത്. ഒരിടത്ത് ടി.വി. പ്രശാന്തൻ എന്നും ഒരു സ്ഥലത്ത് ടി.വി. പ്രശാന്ത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പേരും രേഖപ്പെടുത്തിയിരുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെത്തിയ ടി.വി. പ്രശാന്ത് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതിനു ശേഷം തിരികെ എത്തുമ്പോഴാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. പ്രശാന്ത് പറയുന്നത് പരാതിയിലെ ഒപ്പ്, അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പ് തന്റേത് തന്നെയാണ്. തനിക്ക് രണ്ട് ഒപ്പുണ്ടെന്നാണ് ടി.വി. പ്രശാന്തിന്റെ വാദം. തന്റെ ഒപ്പ് മാധ്യമങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് തനിക്ക് രണ്ട് ഒപ്പുണ്ട് എന്ന നിലപാടാണ് പ്രശാന്തൻ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അല്പസമയം മുമ്പ് പ്രശാന്തിന്റെ മൊഴി വീണ്ടും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഒപ്പിലുണ്ടാകുന്ന വൈരുദ്ധ്യം സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രധാനമായും ടി.വി. പ്രശാന്തിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതേ മൊഴി മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പ്രശാന്തൻ ഈ ഘട്ടത്തിൽ ഇപ്പോൾ. പക്ഷേ സുനിൽ, തനിക്ക് രണ്ടൊപ്പുണ്ട്, പരാതിയിലൊപ്പം തന്റെ തന്നെയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആ പരാതി വ്യാജമല്ല എന്ന് തെളിയിക്കാനാകുമോ? അതായത് തന്നെ ഈ കാര്യത്തിൽ പ്രശാന്തൻ പറയുന്ന ന്യായം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം ഏതാണ്ട് 50 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാളാണ് പ്രശാന്തിന് രണ്ടൊപ്പുണ്ട് എന്ന് പറയുന്ന കാര്യം ഒരുപക്ഷെ അത് ഈ അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം നൽകുന്ന ഒരു മൊഴി എന്നതിനപ്പുറത്തേക്ക് ഈ ആദ്യം തന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതേപോലെ നിലനിൽക്കുന്നത് തന്നെയാണ് ഇപ്പോഴും പ്രശാന്തിന്റെ കാര്യത്തിലുള്ളത്. അതായത് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ, അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ടി.വി. പ്രശാന്തൻ എന്നെഴുതി താഴെ ഇംഗ്ലീഷിൽ പ്രശാന്തൻ എന്നെഴുതിയാണ് ഒപ്പിട്ടിരുന്നത്. പക്ഷേ NOC-ക്ക് നൽകിയ അപേക്ഷയിൽ ടി.വി. പ്രശാന്ത് എന്നും മറ്റൊരു ഒപ്പുമായിരുന്നു ഇട്ടിരുന്നത്. ഈ ഒപ്പിലെ വൈരുദ്ധ്യമായിരുന്നു പ്രധാനപ്പെട്ട വിവാദമായി മാറുകയും ഒപ്പം ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി മറ്റേതോ ഒരു കേന്ദ്രത്തിലിരുന്ന് തയ്യാറാക്കി പ്രശാന്തിന്റെ അറിവോടുകൂടി മറ്റാരോ നൽകിയ പരാതിയാണ് എന്നുള്ള തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ പ്രശാന്തൻ ഇപ്പോൾ പറയുന്നത് തനിക്ക് രണ്ട് ഒപ്പുണ്ടെന്നാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അത്തരത്തിൽ ഒരാൾക്ക് രണ്ടൊപ്പ് എന്നത് വിശ്വസനീയമായ ഒരു കാര്യമൊന്നുമല്ല. എന്തായാലും അന്വേഷണ സംഘത്തിന് അങ്ങനെ ഒരു മൊഴിയാണ് പ്രശാന്ത് നൽകിയിരിക്കുന്നത്. അത് അന്വേഷണ സംഘം ഏത് തരത്തിൽ എടുക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതേ മൊഴി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ആവർത്തിക്കുകയാണ് പ്രശാന്തൻ ചെയ്തത്. യെസ് സുനിൽ, ഈ ഒപ്പ് സംബന്ധിച്ച് മാത്രമല്ല, ഈ കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾക്ക് പ്രശാന്തൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചോദ്യത്തോട് പ്രതികരിക്കാൻ പ്രശാന്ത് തയ്യാറായില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രശാന്ത് സംസാരിക്കാൻ തയ്യാറാവാതെ ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നും പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രശാന്തിന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒപ്പിന്റെ കാര്യം മാത്രമാണ് പ്രശാന്തൻ പറയുന്നത്. മറ്റേതെങ്കിലും ഒരു ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അയാൾ തയ്യാറായിട്ടില്ല. മാത്രമല്ല നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അറിയില്ലോ എനിക്ക് എത്ര ഒപ്പുണ്ടെന്ന്, ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് എത്ര ഒപ്പുണ്ടെന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ പ്രശാന്തൻ അവിടെ നിന്ന് അതിവേഗത്തിൽ മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്.
യെസ്, സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. TV പ്രശാന്തിന്റെ ആദ്യ പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ADM നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അപ്പോൾ ആ പരാതിയിലെ ഒപ്പും പമ്പിനായി NOC ലഭിക്കാൻ വേണ്ടി നൽകിയ അപേക്ഷയിലെ ഒപ്പും രണ്ടും വ്യത്യസ്തമായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം TV പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ADM നവീൻ ബാബുവിനെതിരായ പരാതിയിൽ ഒപ്പ് അത് തന്റേത് തന്നെയാണ് എന്നാണ് പരാതിക്കാരനായ TV പ്രശാന്ത് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.